മെൻസ് കമ്മീഷന്റെ ആവശ്യം ഇതുകൊണ്ടാണ്. ഞാൻ ആ പെൺകുട്ടിയുടെ ഫോട്ടോ പങ്കുവെച്ചു. പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്നാണ് പറഞ്ഞത്. പച്ചക്കള്ളമാണ്, ഒരു വ്യാജ കേസാണ്. ആ വ്യാജ പരാതിക്കാരിക്കെതിരെ ഞാൻ പരാതി കൊടുത്തു. ജാമ്യം കിട്ടിയാണ്. അതുകൊണ്ട് വ്യാജ പരാതിയാണ്. നിങ്ങൾ ഒന്നെന്റെ ഫേസ്ബുക്ക് യൂട്യൂബ് എടുത്ത് നോക്കുക. വ്യാജ പരാതിയാണ്. ഇതാരാ സംസാരിക്കുന്നത്? അത് പ്രിന്റു മഹാദേവ്, ബി.ജെ.പി. പ്രതിനിധി. അല്ല, ഇരയ്ക്കൊപ്പം സഞ്ചരിക്കുകയും നമ്മളിപ്പോ കേട്ടതേ ഒരു ബി.ജെ.പി. ചങ്കിപ്പൊട്ടന്റെ ഡിബേറ്റിലുള്ള സംസാരം കേട്ടോ. അതായത് രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിൽ തുളയിടുന്നു പറഞ്ഞിട്ടുള്ള ഒരു ബി.ജെ.പി. ചങ്കൻ ഉണ്ടായിരുന്നല്ലോ, ഒരു പൊട്ടൻ. ആ പൊട്ടൻ ഇന്ന് മാതൃഭൂമിന്റെ ഡിബേറ്റിൽ വന്നിരുന്ന് സംസാരിച്ചതാണ്. സന്ദീപ് വാര്യരോട് സംസാരിച്ചു തുടങ്ങിയതാണ്. അവസാനം അണ്ണാക്കിൽ അടിച്ചു കിട്ടി സന്ദീപിന്റെ കയ്യിൽ നിന്ന്. അതോടുകൂടി മുഞ്ചിപ്പോയിട്ടുള്ള ഒരു പ്രത്യേക ഐറ്റം. ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ ബി.ജെ.പിയുടെ സ്പോക്ക് പേഴ്സൺസ് ആയിട്ട് എന്താ പറയുക ഇതിൽ വന്നിരിക്കുന്നത്, ഓരോ ഡിബേറ്റിൽ വന്നിരിക്കുന്നത്. അത്രയ്ക്ക് വിവരവും ബോധവും വിദ്യാഭ്യാസവും അല്ലെങ്കിൽ വെള്ളിയാഴ്ചയും ഇല്ലാത്ത ഏതെങ്കിലുമൊക്കെ വാണങ്ങൾ അങ്ങ് വിട്ടോളും ഇമാതിരി ഓരോരോ ഡിബേറ്റിലേ കൊണ്ടിരുത്താൻ. നമ്മൾ അതിലോട്ട് വരാം. അതിൻ്റെ ഫുൾ വേഷം ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ മുമ്പ് ഇപ്പം രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തു അല്ലേ. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യാൻ വല വിരിച്ച പോലീസ് രാഹുൽ ഈശ്വറിനെ തൽക്കാലം അറസ്റ്റ് ചെയ്ത് തൽക്കാലം ഇന്നലത്തെ ഒരു എന്താ പറയുക ഒരു ന്യൂസ് സ്പോട്ട് ലൈറ്റിലോട്ട് വന്നിട്ടുണ്ട്. അപ്പം രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തത് എന്തിനാണ്? അതായത് ഇരയുടെ ഐഡൻറ്റിറ്റി വെളിവാക്കി അല്ലേ, ഇരയുടെ ഐഡൻറ്റിറ്റി വെളിവാക്കിയ കാരണത്താൽ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യുന്നു. രാഹുൽ ഈശ്വറിനെ സപ്പോർട്ട് ചെയ്തിട്ട് കുറച്ച് പോസ്റ്റ് ഇട്ട സന്ദീപ് വാര്യരെ 4ാം പ്രതിയോ 5ാം പ്രതിയോ ആക്കി വീണ്ടും കേസിലോട്ട് ആഡ് ചെയ്യുന്നു. വേറെ 2 കോൺഗ്രസ് ഒരു നേതാവും പിന്നെ അഡ്വക്കേറ്റ് ദീപ തോമസിനെയും വീണ്ടും അതിലോട്ട് പ്രതികളായിട്ട് ചേർത്തുന്നു. ഇവരൊക്കെയാണ് ഇരയുടെ ഐഡൻറ്റിറ്റി പുറത്താക്കിയത് എന്നാണ് പറയപ്പെട്ടത്. ശരിക്കും രാഹുൽ ഈശ്വർ എവിടെയെങ്കിലും ഇരയുടെ പേര് പറഞ്ഞതായിട്ടോ അല്ലെങ്കിൽ ഫോട്ടോ ഷെയർ ചെയ്തതായിട്ടോ ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. ഇനി നിങ്ങളാരെയും കണ്ടിട്ടുണ്ടെങ്കിൽ അറിയില്ല. ഈ 2 കാര്യങ്ങൾ ചെയ്തിട്ടില്ല. ഇര കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 1-2 വാദങ്ങൾ രാഹുൽ പറഞ്ഞിട്ടുണ്ട്. അത് പല സ്ഥലത്തും രാഹുൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു ഇര കല്യാണം കഴിച്ചു എന്ന് പറയുമ്പോഴേക്കും ഐഡൻറ്റിറ്റി റിവീലിംഗ് ആണോ അത് എന്നുള്ളത് ഇത് പ്രേക്ഷകരും ബാക്കിയുള്ളവർ തീരുമാനിക്കണം. അതിൽ പോലീസിൻ്റെ കണക്കിൽ, നിയമത്തിൻ്റെ കണക്കിൽ, നമ്മുടെ നാട്ടിലെ നിയമത്തിൻ്റെ കണക്കിലും ഇര കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു ഐഡൻറ്റിറ്റി റിവീലിംഗ് ആയിട്ടാണ് ഈ നമ്മുടെ നിയമം കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഹുൽ ഇത് വ്യക്തമായിട്ട് ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ അത് തന്നെയാണ് രാഹുൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾ കേട്ടിരുന്നു ആ പോർഷൻ? മെൻസ് കമ്മീഷന്റെ ആവശ്യം ഇതുകൊണ്ടാണ്. ഞാൻ ആ പെൺകുട്ടിയുടെ ഫോട്ടോ പങ്കുവെച്ചു. പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്നാണ് പറഞ്ഞത്. പച്ചക്കള്ളമാണ്, ഒരു വ്യാജ കേസാണ്. ആ വ്യാജ പരാതിക്കാരിക്കെതിരെ ഞാൻ പരാതി കൊടുത്തു. ജാമ്യം കിട്ടിയാണ്. അതുകൊണ്ട് വ്യാജ പരാതിയാണ്. നിങ്ങൾ ഒന്നെന്റെ ഫേസ്ബുക്ക് യൂട്യൂബ് എടുത്ത് നോക്കുക. വ്യാജ പരാതി കണ്ടില്ലേ നിങ്ങൾ? രാഹുൽ ഇത് തന്നെയാണ് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എവിടെയെങ്കിലും ഞാൻ ഇരയുടെ പേര് പറഞ്ഞതോ അല്ലെങ്കിൽ ഇരയുടെ ബാക്കി കുടുംബകാര്യങ്ങളോ അല്ലെങ്കിൽ വീട്ടുകാര്യങ്ങളോ അതല്ലെങ്കിൽ പേരോ ഫോട്ടോ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക എന്നുള്ള അത്രയും കോൺഫിഡൻസോട് കൂടി തന്നെയാണ് രാഹുൽ പറയുന്നത്. അപ്പം അതവിടെ നിൽക്കട്ടെ. ഇനി സന്ദീപ് വാര്യർ പറയാനുള്ളൊരു കാരണം, സന്ദീപ് വാര്യറും എവിടെയും ഈ പറഞ്ഞ ഒരു ഡീറ്റെയിൽസും പറഞ്ഞില്ല. സന്ദീപ് വാര്യർ പണ്ട് എന്നോ ഒരു കല്യാണത്തിന് പോയിരുന്നു എന്നൊരു കണക്ക് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ സന്ദീപ് ഏതോ കഴിഞ്ഞ കൊല്ലം ഒരു ഫോട്ടോ ഇട്ടത് അതിപ്പോൾ ആളുകൾ അല്ലെങ്കിൽ ഈ ഇര ഇങ്ങനെ ഒരു ഇരയായിട്ട് വരുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇഷ്യൂ ഒക്കെ ഉണ്ടാവുമെന്നൊക്കെ വിചാരിച്ചിട്ടല്ലല്ലോ അന്ന് സന്ദീപ് ഈ ഒരു ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ അത് ഒരു വലിയൊരു എന്താ പറയുക, സന്ദീപിൻ്റെ മേലെ കേസെടുക്കാൻ മാത്രമുള്ളൊരു കുറ്റത്തിലേക്കൊക്കെ ഇരയെ ചിന്തിപ്പിക്കണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ കളിക്കുന്ന ആരാന്ന് നമുക്ക് ചിന്തിച്ചാൽ മതി അല്ലേ. ഇതിൻ്റെ പിന്നിൽ തുടക്കം മുതൽ ഈ ഇരയുടെ പേഴ്സണൽ ചാറ്റ്, രാഹുലായിട്ടുള്ള പേഴ്സണൽ ചാറ്റും ഇരയുടെ പല ഫോൺ സംഭാഷണങ്ങളും കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് പല സമയങ്ങളായിട്ട് പുറത്തോട്ട് വിട്ടതും, ഇരയുടെ കംപ്ലീറ്റ് ഐഡൻറ്റിറ്റി, ഫോൺ സംഭാഷണം, ചാറ്റ്, സകല സാധനങ്ങളും പുറത്തോട്ട് വിട്ടത് നമ്മുടെ കൂട്ടത്തിൽ 2-3 മാപ്രകൾ തന്നെ അല്ലേ, മാമാ മാധ്യമങ്ങളാണ് പുറത്തോട്ട് വിട്ടത്. അതേ മാമാ മാധ്യമങ്ങളിൽ ഈ പറഞ്ഞ രാഹുലിനെയും ഈ പറഞ്ഞ സന്ദീപിനെയും ഒക്കെ ഫോൺ ചെയ്തിട്ടും വിളിച്ചു വരുത്തിയും അവരെ കൊണ്ട് കുത്തി ചോദ്യങ്ങൾ ചോദിച്ച് അവരെ വായിന്ന് ഇവർ പുറത്തോട്ട് വിട്ട സാധനം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞപ്പോഴേക്കും ഇത് കേസായിട്ട് മാറി. ഈ പറഞ്ഞ ഒരു മാധ്യമങ്ങൾക്ക് എതിരെയും ഒരു കേസും ഇല്ല, ഒന്നുമില്ല. എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞ നമ്മുടെ നിയമങ്ങൾ ഇതിന് പിന്നാലെ, അല്ലെങ്കിൽ നമ്മുടെ പോലീസും നമ്മുടെ ഇപ്പോഴത്തെ ഈ 2-3 ഇതിനെതിരെ ശക്തമായിട്ട് വാദിക്കുന്ന DYFIയും നമ്മുടെ BJPക്കാരും ഒക്കെ എന്തേ മാധ്യമങ്ങൾക്കെതിരെ സംസാരിക്കില്ല? കാരണം ഇതിൻ്റെ കംപ്ലീറ്റ് തിരക്കഥ ഈ പറഞ്ഞ മാധ്യമങ്ങളും സംവിധാനം ഈ പറഞ്ഞ എന്താ പറയുക നമ്മുടെ രാജ്യം നമ്മുടെ നാട് ഭരിക്കുന്ന CPM നമ്മുടെ എന്താ പറയുക ഇതിൻ്റെ ഛായാഗ്രഹണം BJPയും ആണ്. അതുകൊണ്ടൊക്കെ തന്നെ
ഈ ഒരു വലിയ ഈ ഫിലിമിൻ്റെ അണിയറ പ്രവർത്തകർ ഈ പറഞ്ഞ എല്ലാ കൂട്ടരുള്ളത് കൊണ്ട് തന്നെ അവിടെ ഇവിടെ ഇത് കേസ് വരാനും പോകുന്നില്ല, ഒന്നും വരാനും പോകുന്നില്ല. യഥാർത്ഥത്തിൽ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയിട്ടുള്ളതും സന്ദീപ് വാര്യർ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ DYFI നേതാവും അയാളുടെ ബാക്കിയുള്ളത് ആര് എന്ത് എപ്പം എങ്ങനെയെന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞവരെ അകത്താവുന്ന ഒരു എന്താ പറയുക സിറ്റുവേഷനാണ് നമ്മുടെ നാട്ടിലുള്ളത് അല്ലേ. ഏതായാലും ഇന്ന് നമ്മുടെ ഈ പറഞ്ഞ ഈ ഡിബേറ്റിൽ വന്നിരുന്ന് കൊണച്ചുകൊണ്ടിരിക്കുന്ന ഒരു BJP മലവാണത്തിൻ്റെ അണ്ണാക്കിലിട്ട് സന്ദീപ് വാര്യർ കൊടുക്കുന്ന ഒരു കൊടുക്കലുണ്ട്. അത് കേൾക്ക് നിങ്ങൾ ഏതായാലും. നീ ഒരേ സമയം നീ ഇരയ്ക്കൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വേട്ടക്കാരന് വേണ്ടി വാദിക്കുന്നവനാണ് നീ. ചർച്ചയിലേക്ക് വേണ്ടി ഇപ്പോൾ ഈ ഘട്ടത്തിൽ സന്ദീപ് വാര്യർ KPCC ജനറൽ സെക്രട്ടറി നമ്മുടെ പൊന്നിഷ്. സന്ദീപ് വാര്യർ, താങ്കൾ ഈ ചർച്ചയിൽ പരാമർശിക്കപ്പെട്ടു. അതിന് കാരണം ഒന്ന്, താങ്കൾ ഈ ഇരയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്തു എന്ന കേസിൽ പ്രതിയാണ്. രണ്ടാമത്തേത്, അത് വളരെ മനഃപൂർവ്വം ആസൂത്രിതമായിട്ട് ചെയ്ത കാര്യമാണ് എന്നിവിടെ പാനലിസ്റ്റുകൾ ചൂണ്ടിക്കാണിച്ചു. താങ്കൾക്ക് മറുപടി പറയാം. ഒരു തരത്തിലുള്ള ആസൂത്രിതവുമല്ല. എന്റെ പോസ്റ്റ് കണ്ടാലറിയാം. ഞാനുമായി ബന്ധപ്പെട്ട് ഒരു യൂട്യൂബ് ചാനൽ പരാമർശം ഉണ്ടാവുന്നു. സത്യം പറയണമെന്ന് വെല്ലുവിളിക്കുന്നു. സ്വാഭാവികമായിട്ടും ഞാൻ എന്തെങ്കിലും മറച്ചു വെക്കുകയാണെന്ന് സ്വാഭാവികമായിട്ടും ആളുകൾ കരുതും. അതുമായി ബന്ധപ്പെട്ട് ഇരയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ തന്നെ എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാനതിൽ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം എന്റെ ഫേസ്ബുക്ക് പേജിൽ കയറി ചില ആളുകൾ ഞാൻ പങ്കെടുത്ത ഒരു വിവാഹ ഫോട്ടോ കുത്തിപ്പൊക്കുകയുണ്ടായി. ഇത് ചില മാധ്യമപ്രവർത്തകർ എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ ഉടൻ തന്നെ ഞാനത് ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. വളരെ ഒരുപക്ഷെ എനിക്കത് ഡിലീറ്റ് ചെയ്യേണ്ട കാര്യം പോലുമില്ല. കാരണം നിയമപരമായിട്ട് ആ ഫോട്ടോ അവിടെ നിൽക്കുന്നതിൽ എന്നെ ഒരു തരത്തിലും അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനോ മറ്റോ കഴിയില്ല. കാരണം അത് കഴിഞ്ഞ വർഷം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ്, ഫോട്ടോ ആണ്. ഇവിടെ യഥാർത്ഥത്തിൽ ആരാണ് ഈ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയത്? ഒക്ടോബർ മാസം 17-ാം തീയതി DYFI ഈ ഇര കല്യാണം കഴിച്ചു കൊണ്ടുപോയ നാട്ടിൽ നടത്തിയ പരിപാടി ബാനർ വെച്ച്, DYFIയുടെ ബാനർ വെച്ച് പൊതുയോഗം നടത്തി മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞു, ഈ നാട്ടുകാരിയാണ് ഇരയാക്കപ്പെട്ടത്, ഈ നാട്ടിലെ ഇന്ന പാർട്ടിയുടെ ഇന്ന നേതാവിന്റെ ഭാര്യയാണ് എന്നടക്കം വിളിച്ചു പറഞ്ഞു. DYFIയുടെ ബ്ലോക്ക് പ്രസിഡന്റാണ് വിളിച്ചു പറഞ്ഞത്. ആ DYFIയുടെ ബ്ലോക്ക് പ്രസിഡന്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ഒക്ടോബർ മാസം 12-ാം തീയതി ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന പോസ്റ്റ് ഉണ്ട്. അവിടെ നാട്ടിലെ എല്ലാ മനുഷ്യരെയും ചെണ്ട കൊട്ടി അറിയിക്കുന്നത് പോലെ DYFI എന്ന് പറയുന്ന സംഘടന ഈ പരാതിക്കാരിയുടെ ഐഡന്റിറ്റി മുഴുവൻ വെളിപ്പെടുത്തി ആ DYFI ഇതിൽ പരാതിക്കാരായി എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ആരാണ് വേട്ടക്കാർ? തികഞ്ഞ രാഷ്ട്രീയ എടുത്ത ഫോട്ടോ ചില വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൊക്കെ, കോൺഗ്രസുകാരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇത് പ്രചരിപ്പിക്കണം എന്ന പേരിൽ വന്നു. അതുപോലെ തന്നെ പത്തനംതിട്ടയിലെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹി, അവർ ഈ കേസിൽ പ്രതിയാണ്. അവർ ആ ഫോട്ടോയാണ് അവരുടെ ഫേസ്ബുക്കിൽ തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ താങ്കളുടെ വോളിൽ നിന്ന് എടുത്ത ഫോട്ടോ ധാരാളമായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഇരയെ. അഭിലാഷ്, അത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ഞാൻ ഡിലീറ്റ് ചെയ്തതാണ്. നമ്മുടെ ഫേസ്ബുക്കിന്റെ പ്രൊഫൈലിൽ നിന്ന് ആരെങ്കിലും പഴയ ഫോട്ടോ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തു. അത് നിയമപരമായിട്ട് ഡിലീറ്റ് ചെയ്യേണ്ട കാര്യം പോലും പക്ഷേ ഞാൻ ഡിലീറ്റ് ചെയ്തു. ജീവിതത്തിൽ ഐഡന്റിറ്റി പുറത്ത് കാണിച്ചിട്ട് ഡിലീറ്റ് ചെയ്തെന്ന് പറയുന്ന സന്ദീപേ, ആര് സംസാരിക്കുന്നത്? കുടിയിലെ തന്ത്രമൊക്കെ കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം. നീ ഒരേ സമയം നീ ഇരയ്ക്കൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വേട്ടക്കാരന് വേണ്ടി വാദിക്കുന്നവനാണ് നീ. ഭാഷാപ്രയോഗങ്ങൾ അങ്ങനെ വേണ്ട. സംസാരിക്കുന്നത് അത് പ്രിന്റു മഹാദേവ്, BJP പ്രതിനിധി. അല്ല, ഇരയ്ക്കൊപ്പം സഞ്ചരിക്കുകയും സന്ദീപെ സൂക്ഷിച്ച് സംസാരിച്ചോ. തർക്കത്തിലേക്ക് പോകണ്ട. ഈ പ്രയോഗങ്ങളൊക്കെ ഞാൻ ഒരു പെൺകുട്ടിയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്തവരാണ് നീ. അങ്ങനെയുള്ള പരാമർശങ്ങളും പ്രയോഗങ്ങളും ചർച്ചയിൽ അനുവദിക്കില്ല. ഇല്ല. നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. വളരെ നന്ദി. നാലുപേർക്കും യാതൊരു തരത്തിലുള്ള മോശം പരാമർശങ്ങളും പ്രയോഗങ്ങളും ചർച്ചയിൽ അനുവദിക്കില്ല. വളരെ നന്ദി. അല്ലെങ്കിലും BJP ഇവനേക്കാളും ബോധമുള്ള ആരെ എപ്പോഴാണ് ഒരു ചർച്ചയ്ക്ക് വിട്ടിട്ടുള്ളത്? ഈ ചാണകപ്പുഴുക്കളുടെ മാത്രം തലച്ചോറ് വെച്ചിട്ട് ഇതുപോലെ ചർച്ചകളിൽ വന്നിരിക്കും. ഇവനായിരുന്നു പണ്ട് ഒരു ചർച്ചയ്ക്ക് വന്നിരുന്ന് രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിൽ തുള വീഴ്ത്തും എന്ന് വരുന്ന ഡയലോഗ് അടിച്ചിട്ട് അവസാനം പോലീസ് പിടിച്ച് അറസ്റ്റിലായിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നവനായി ഇവനെ പോലത്തെ വേട്ടാവളിയന്മാരല്ലാത്ത ഏതെങ്കിലും ഒരുത്തന്നെ BJP ചർച്ചയ്ക്ക് വിട്ടിട്ടുണ്ട് ഇത്രയും കാലം? ഇവനെ പോലത്തെ ചാമക്കാലനെ പോലത്തെ കരിമ്പങ്കാലകളെയും അല്ലെങ്കിൽ PC ജോർജിനെ പോലത്തെ വിട്ട് കഴിഞ്ഞ ചെറ്റത്തരം മാത്രം വിളിച്ച് പറഞ്ഞ ചെറ്റകളെയും അവൻ്റെ സന്തതിയായിട്ടുള്ള ഷൊണ്ണനെയും ഇവരൊക്കെയാണ് BJP സാധാരണ വിടാറ്. പിന്നെ നിഷ്പക്ഷനായിട്ട് നിൽക്കുന്ന ചില ആൾക്കാർ വരാറുണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാർ. അതല്ലാണ്ട് ബോധവും വിവരവും വെള്ളിയാഴ്ചയിൽ ഏതെങ്കിലും ഒരു കുണം പിടിച്ചൊരു കുണത്തിനെ പേരിനെങ്കിലും ഇതുപോലത്തെ ഒരു വെറും നിർഗുണ ബീജങ്ങളെ മാത്രമേ BJP ഇമാതിരി ചർച്ചയ്ക്ക് വിടാറുള്ളൂ. ഇവനെ പോലൊക്കെ വന്നിട്ട് 4 ഡാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ വെളിച്ചപ്പാട് ഇറങ്ങി നടന്ന അത്രയേ ഉള്ളൂ. വെളിച്ചപ്പാട് ഇളക്കി മേലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ എന്താന്ന് പോലും ഞാൻ ആരാ മാമാന്ന് ചോദിക്കേണ്ട അവസ്ഥയാണ്. ഇമാതിരി വേട്ടാവളിയന്മാരൊക്കെ വരാറുള്ളൂ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ചർച്ചകളിൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. അപ്പോൾ സന്ദീപ് വാര്യർ എന്താണോ പറഞ്ഞത്, രാഹുൽ ഈശ്വർ എന്താണോ പറഞ്ഞതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ നമ്മുടെ മാധ്യമങ്ങൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ പുറത്തോട്ട് വിട്ടത് ഈ പറഞ്ഞ സന്ദീപ് വാര്യറോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ രാഹുൽ ഈശ്വറോ ആണോ?
ഈ ഐഡൻറ്റിറ്റി മൊത്തം പുറത്തോട്ട് വെത്തുന്നു, പേഴ്സണൽ ചാറ്റ് പുറത്തു വിട്ടത്, പേഴ്സണൽ എന്താ പറയുക അവരുടെ ഫോൺ സംഭാഷണങ്ങൾ പുറത്തോട്ട് വിട്ടത്, എല്ലാം പുറത്തു വിട്ടത് ഈ മാധ്യമങ്ങളാണ്. എന്നിട്ട് പിന്നെ ഈ പറഞ്ഞ രാഹുൽ ഈശ്വറിനെയും സന്ദീപ് വാര്യരെയും അവനെയും ഇവനെയൊക്കെ പിടിച്ച് ചർച്ചയ്ക്ക് ഇരുത്തിയിട്ട് കുത്തി ഓരോന്ന് ചോദിച്ചിട്ട് ഓരോന്ന് വായിന്ന് വീഴ്ത്തിട്ട് അവിടെ വികാരം കൊണ്ട് പുളകിതനാകുന്ന ചില മുട്ടകളി നമ്മൾ കണ്ടു. ആ മുട്ടകളുടെ കൂട്ടത്തിലുള്ള സകല ടീമിനെ നമ്മൾ കണ്ടു. ഈ സിനിമയുടെ നമ്മൾ ഈ പറഞ്ഞ ഈ സിനിമയുടെ തിരകഥാ സംഭാഷണം എന്ന് പറഞ്ഞത് മൊത്തം എഴുതി തയ്യാറാക്കിയ നമ്മുടെ നാട്ടിലെ 1-2 മാധ്യമങ്ങളാണ്, മാധ്യമങ്ങൾ. പിന്നെ ഇതിൻ്റെ സംവിധാനം എന്ന് പറഞ്ഞത് നമ്മുടെ കേരളം ഭരിക്കുന്ന പാർട്ടി തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഛായാഗ്രഹണം, ക്യാമറ എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന കേരളത്തിലെ പാർട്ടിൻ്റെ ആൾക്കാർ. ഇങ്ങനെ ഈ പറഞ്ഞ 3 കൂട്ടരും കൂടി ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഈ മാധ്യമങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഇത് ഇത്രയും കുത്തിത്തിരിപ്പുണ്ടാക്കിയ ഓരോരുത്തരെതിരെ ഒരു കേസും വരാൻ പോകുന്നില്ല. അവസാനം 1-2 കാര്യം പറഞ്ഞിട്ട് ഇപ്പോൾ രാഹുലിനെ സപ്പോർട്ട് ചെയ്തു, അതല്ലെങ്കിൽ ഈ പറഞ്ഞൊരു സംഭവം പണ്ട് എന്നോട്ടൊരു ഫോട്ടോൻ്റെ പേരിൽ പ്രതിയാകേണ്ടി വന്ന സന്ദീപ് വാര്യർ, ഇവർക്കൊക്കെ എതിരെ കേസെടുക്കാനും പോകുന്നുള്ളൂ, ഇവർക്കൊക്കെ പണി കിട്ടാനും പോകുന്നു. അതല്ലാണ്ട് ഇരയുടെ എല്ലാം ഞാൻ ചോദിക്കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ അങ്ങ് ചെയ്ത് ഒരു ബ്രേക്കിംഗ് ന്യൂസും കാര്യങ്ങളും കൊടുത്തിട്ട് ഇതിനൊക്കെ എത്ര വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ എത്ര ബേസ്ലെസ് ആയിട്ടുള്ള കേസുകളായിട്ട് മാറും ഇതൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യുമ്പോൾ ഇതൊക്കെയാണ്. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞൊരു 8-10 ദിവസം കഴിഞ്ഞാൽ, 10 ദിവസമല്ല അതിൻ്റെ മുമ്പായിട്ട് ഇലക്ഷൻ വരാൻ പോവാണ്. ഒരു ഭരണത്തിൻ്റെ ഗുണങ്ങൾ, ഭരണത്തിൻ്റെ നേട്ടങ്ങൾ, ഭരണത്തിൻ്റെ പോരായ്മകൾ, നമ്മുടെ രാജ്യം അനുഭവിക്കുന്ന പല സംഭവങ്ങൾ, അയ്യപ്പൻ്റെ 4 കിലോ സ്വർണം വരെ അടിച്ചു പോയിട്ടുണ്ട്. അടിച്ചു പോയി എന്നുള്ള പേരിൽ 2 ജയിലിൽ കിടക്കുന്നുണ്ട്. എന്തായി കേസ്? എന്തെങ്കിലും ആയോ? എവിടെയെങ്കിലും പുറത്തു വരുത്തരുത്. ഇത് വരാണ്ടിരിക്കണമെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മേലെ തന്നെ തൂങ്ങിയിട്ടേ ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇരയുടെ പേരും ഇരേനെ സപ്പോർട്ട് ചെയ്തു ഇത് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കൊഴുപ്പിച്ച് നിർത്തണം. അതല്ലെങ്കിൽ ഈ കൊഴുപ്പ് അങ്ങോട്ട് കൊഴുമ്പോഴേ മറ്റൊരുത്ത കൊഴുപ്പ് അങ്ങോട്ട് കയറും. അതെ, ശബരിമല പുറത്തു ചാടും. ശബരിമലൻ്റെ കൂടത്തെ നമ്മുടെ ഭരണത്തിൻ്റെ മേന്മ കൊണ്ട് നമ്മുടെ നാട്ടിൽ മൊത്തം പാറി നടക്കുന്ന മാലിന്യ കൂമ്പാരങ്ങളുടെ പേര് പുറത്തോട്ട് വരും. ഈ മാലിന്യ കൂമ്പാരങ്ങൾ കണ്ട് പേടിച്ച് ഓടുന്ന ആൾക്കാരുടെ പിന്നാലെ ഓടുന്ന പട്ടികളെ, അതായത് തെരുവ് പട്ടികളുടെ പ്രശ്നങ്ങൾ കണക്ക് പുറത്തോട്ട് വരും. ഇങ്ങനെ പല സാധനങ്ങൾ പുറത്തോട്ട് വരുന്നു. നമ്മുടെ കേരളത്തിൻ്റെ യഥാർത്ഥ ആരോഗ്യത്തിൻ്റെ സ്ഥിതി എന്താണ്, അല്ലെങ്കിൽ യഥാർത്ഥ സർക്കാർ ഹോസ്പിറ്റലുകളുടെ അവസ്ഥ എന്താണെന്നുള്ളത് പുറത്തു വരും. ഇങ്ങനെ പല സാധനങ്ങൾ അവിടെ പുറത്തു വരാണ്ട് ഈ പറഞ്ഞ വോട്ടിംഗ് വരുന്ന സമയത്തേക്ക്, പോളിംഗ് വരുന്ന സമയത്തേക്ക് ജനങ്ങൾ വോട്ട് ഇനി ചെയ്യണോ വേണ്ടേ എന്ന് ചിന്തിക്കേണ്ട പല സംഭവങ്ങളവിടെ പുറത്തു വരാറുണ്ട്. ഈ പറഞ്ഞ തിരുവനന്തപുരം, ഈ പറഞ്ഞ പാലക്കാടും എങ്ങനെങ്കിലുമൊക്കെ ഏതെങ്കിലും വോട്ട് കട്ടിട്ടാണെങ്കിലും വേണ്ടില്ല, ഇങ്ങനത്തെ 4 പീഡന കഥ കൊണ്ടിട്ട് പരത്തിട്ടാണെങ്കിലും വേണ്ടില്ല തിരിച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന BJP-ക്കാരുടെ കഥകൾ പുറത്തു വരും. ഇതൊക്കെ വരാണ്ടിരിക്കണമെങ്കിൽ ഈ പറഞ്ഞ ഒരു രാഹുൽ മാക്കൂട്ടത്തിൻ്റെ എന്താ പറയുക മാന്തോപ്പിൽ ഇങ്ങനെ ഓടിക്കളിച്ചെങ്കിൽ മാത്രമേ പറ്റൂന്ന് ഈ സിനിമ സംവിധാനം ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ അണിയറ പ്രവർത്തകരായിട്ടുള്ള നമ്മുടെ കേരളം ഭരിക്കുന്ന പാർട്ടിയും നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന കേരളത്തിലെ പാർട്ടിക്കാർക്കും നല്ല വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ ആക്റ്റീവാക്കി വെച്ച് തരുന്നത്. നമ്മുടെ ഈ കഴിഞ്ഞൊരു 4-5 ദിവസങ്ങളായിട്ട് ഏതെങ്കിലും ഒരു ചാനലിൽ നമുക്ക് ആവശ്യമുള്ള, ഒരു സാധാരണക്കാരന് ആവശ്യമുള്ള, നമ്മുടെ ഇവിടുത്തെ അവസ്ഥയിൽ പെൻഷൻ കിട്ടാത്ത, ക്ഷേമ പെൻഷൻ കിട്ടാത്ത, സാലറി കിട്ടാത്ത, ഇങ്ങനത്തെ ഏതെങ്കിലും ഒരുത്തൻ്റെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ചർച്ചയ്ക്ക് വിളിച്ചോ? ഒന്നും വന്നിട്ടില്ല. ഏതെങ്കിലും ഒരു ഡിബേറ്റിൽ അങ്ങനത്തെ ഒരു കാര്യം എടുത്ത് ഡിബേറ്റിന് ആൾക്കാരെ വിളിച്ചു? ഇല്ല. ആകെ നടന്നത് രാഹുലിൻ്റെ ഗർഭം. രാഹുലിൻ്റെ ഗർഭമാര്, പെണ്ണ് എവിടുത്തുകാരിയാണ്, എന്നായിരുന്നു ഗർഭം, എത്ര മാസം ഉണ്ടായിരുന്നു, ഭ്രൂണത്തിൻ്റെ അളവെന്തായിരുന്നു, ഏത് മരുന്നാണ് കൊടുത്തത്, ഏത് ഹോസ്പിറ്റലിൽ നിന്നാണ് കൊടുത്തത്, ഏത് കാറിൽ നിന്നാണ് കൊടുത്തത്, ഏതൊക്കെ ഫ്ലാറ്റിൽ ഇവരൊക്കെ പോയിട്ടുണ്ട്. ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും ഉപകാരമുള്ള, കറക്റ്റായിട്ട് ഉപകാരമുള്ള എന്തെങ്കിലും കാര്യം ഡിസ്കഷനിൽ വന്നിട്ടുണ്ടോ? ഒരു തേങ്ങി മണ്ണാങ്കട്ടി വന്നിട്ടില്ല. എല്ലാവരും ഇതിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടേയിരിക്കുക. കഷ്ടം.